Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. നിങ്ങളുടെ ധനം അന്യോന്യം അവിഹിതമായി ഭുജിക്കരുത്. ആളുകളുടെ ധനം ബോധപൂർവം അന്യായമായി കൈക്കലാക്കി അത് അനുഭവിക്കാനായി അധികാരികളെ സമീപിക്കുകയും അരുത്. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. ആദരണീയ മാസങ്ങളെക്കുറിച്ച് ആളുകൾ താങ്കളോട് ചോദിക്കുന്നു. പറയുക, മനുഷ്യർക്കും ഹജ്ജിനുമായുള്ള അവസരങ്ങളാണവ. വീടുകളിൽ പിൻവാതിലിലൂടെ പ്രവേശിക്കുന്നതിലല്ല, ഭക്തി പുലർത്തുന്നതിലാണ് പുണ്യം. മുൻവാതിലിലൂടെ തന്നെ നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുക. ദൈവഭക്തിയുള്ളവരായിരിക്കുക. നിങ്ങൾ വിജയിച്ചേക്കും. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 188, 189 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഉപവാസത്തെക്കുറിച്ച് വിവരിച്ചതിനു ശേഷം മറ്റൊരു തരത്തിലുള്ള ആഹാരം നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പനയാണ് ഇവിടെ പുറപ്പെടുവിക്കുന്നത്. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നതും അഥവാ സ്വന്തമാക്കി അനുഭവിക്കുന്നതും അതിനായി ഭരണാധികാരികളെ കാണുന്നതും വളഞ്ഞ വഴിയിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട നിരോധനമാണ് ഇവിടെ അതിശക്തമായ ഭാഷയിൽ അള്ളാഹു പ്രഖ്യാപിക്കുന്നത്. ഹലാലും ത്വയ്യിബുമായ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ഈ സംഭാഷണം. വല്ല സംഘർഷമോ കൊലപാതകമോ സംഭവിച്ചാൽ ന്യായമായ തോതിൽ ധനമിടപാട് നടത്തിക്കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമാകാം എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ പേരിൽ പിന്നീട് ഒരു തർക്കവിതർക്കവും ഉണ്ടാകരുത് എന്നും പ്രത്യേകം ഉണർത്തി. ഇതിനിടയിൽ അനന്തര സ്വത്ത് ഭാഗം വെക്കേണ്ടി വന്നാൽ മറ്റാരുടെയും അവകാശങ്ങൾ തട്ടിപ്പറിച്ചെടുക്കരുത്. ഓരോരുത്തർക്കും അവരുടെ അവകാശവും അർഹതയും അനുസരിച്ച് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്ന് ശട്ടം കെട്ടി പറഞ്ഞു. ഇതിനൊക്കെയും ഉള്ളും പുറവും പാകപ്പെടുത്തുന്നതിനായി ഉപവാസം ഇരിക്കാൻ നമ്മളെ പരിശീലിപ്പിച്ചു. ഇങ്ങനെ നിരവധി പാഠഭാഗങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത്. ഇനി തീറ്റയും ധനവും ചേർത്തു വെച്ചുകൊണ്ട് തന്നെയാണ് പുതിയ നിയമവും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ പല വിഷയങ്ങൾ റാൻഡമായി പരാമർശിച്ചതുപോലെ നമുക്ക് തോന്നാം. എന്നാൽ അങ്ങനെയല്ല. ഇവ ഓരോന്നും അടുക്കി വെച്ചിരിക്കുന്ന പാളിയിലേക്ക് സൂക്ഷ്മദൃഷ്ടി പായിച്ചാൽ നമുക്കത് മനസ്സിലാകും, ഇതിനെല്ലാം പിന്നിൽ എന്തോ ഒരു ലോജിക്ക് പരസ്പരം കൊളുത്തു വെച്ചിരിക്കുന്നുണ്ട് എന്ന്. ഇക്കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ടുന്ന ഏതാനും ആയത്തുകൾ കൂടി തുടർന്ന് കടന്നു വരാനുണ്ട്. അവയ്ക്കെല്ലാം ഒടുവിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ശൃംഖലയ്ക്ക് പിന്നിലെ കൗതുകം അനാവരണം ചെയ്യാൻ ശ്രമിക്കാം. വലാ തഅക്കുലു അംവാലക്കും ബൈനക്കും, നിങ്ങൾ അന്യോന്യം പരസ്പരം ധനം ആഹരിക്കരുത്. ഒന്നാമതായി അക്ലുൽ മാൽ അഥവാ ധനം ആഹരിക്കുക എന്നത് പ്രത്യക്ഷത്തിൽ അസംഭവ്യമായ കാര്യമാണല്ലോ. ഇത്തരം പ്രയോഗങ്ങൾക്ക് മജാസി എന്നാണ് പേര് പറയാറ്, അഥവാ സിംബോളിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ധനം, സമ്പാദ്യം ഇവയൊക്കെ പല ഫോമുകളിലാണ് ഉണ്ടാവുക. അതൊന്നും എടുത്തു വിഴുങ്ങാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ അവയൊക്കെ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയും. ഈ ആസ്വാദനത്തെയാണ് അക്കല് അഥവാ ഭുജിക്കൽ എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. നിന്റെ സ്നേഹാമൃതം ഞാൻ പാനം ചെയ്തു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ സാഹിത്യമായി പറയുമല്ലോ. അതുപോലെ മനുഷ്യന് ഏറെ പ്രിയവും ആസക്തിയും തോന്നുന്ന കാര്യങ്ങൾ തന്റെ വദനത്തിലേക്കും ഉദരത്തിലേക്കും അടുപ്പിക്കാനുള്ള ത്വര അവനിൽ മനുഷ്യ സഹജമായി തന്നെ ഉണ്ട്. അതുകൊണ്ടാവാം ആർത്തിയോടെ ധനം അപഹരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ തിന്നുക എന്ന പദം തന്നെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. ബിൽ ബാത്തുൽ, ബാത്തുലായ രൂപത്തിൽ കൈവശപ്പെടുത്തരുത്. ഹക്കിന്റെ മറുവശത്തെയാണ് ബാത്തിൽ പ്രതിനിധീകരിക്കുന്നത്. സത്യം, യാഥാർത്ഥ്യം, അവകാശം, ന്യായം, വസ്തുത തുടങ്ങിയ കുറേ അർത്ഥങ്ങളാണ് ഹക്കിനുള്ളത്. സ്വാഭാവികമായും അസത്യം, അന്യായം, അനീതി തുടങ്ങിയ എല്ലാ നെഗറ്റീവായ അർത്ഥങ്ങളുമാണ് ബാത്തിലിനും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ സാധ്യമല്ലാത്ത അസത്യത്തിന്റെയും വഞ്ചനയുടെയും വളഞ്ഞ വഴിയിലൂടെ നേടാൻ ശ്രമിക്കുന്ന എല്ലാത്തിനും നമുക്ക് ബാത്തിൽ എന്ന് പറയാം. സർവമേഖലയിലും
വഞ്ചനയും ചതിയും തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം സാർവത്രികമായിരിക്കുകയാണ്. ചിലർ കൈ നനയാതെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. മറ്റു ചിലർ എന്തേത് അതിക്രമങ്ങൾ കാണിച്ചാലും തരക്കേടില്ല, 4 ചക്രം തരപ്പെടുത്തിയാൽ മതി എന്നതാണ് നിലപാട്. അതിന് പാകത്തിന് ഏത് വഷളനാശയങ്ങൾക്കും കഴുത്ത് നീട്ടിക്കൊടുക്കാൻ പാകത്തിൽ വിഡ്ഢികളായ സമൂഹമാണ് ചുറ്റിലുമുള്ളത് എന്നത് മറ്റൊരു കാര്യം. കാശുണ്ടാക്കുക മാത്രമാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് കരുതി പോന്നാൽ പിന്നീട് ചെയ്തു വരുന്ന എന്തേത് അതിക്രമവും മനസ്സിനുള്ളിൽ ഒരിത്തിരി പോലും കുറ്റബോധം ഉൽപ്പാദിപ്പിക്കാതാവും. ഭിക്ഷാടനവും കടം വാങ്ങിക്കലും തൊഴിലാക്കിയവർ മുതൽ അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെട്ടിപ്പ് നടത്തുന്നവർ ഉൾപ്പെടെ നരബലിയിലൂടെ പോലും ധനൈശ്വര്യത്തിനായി നോമ്പെടുക്കുന്നവരാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. അയൽവാസിയുടെ പറമ്പിൽ കയറി മതിൽ കെട്ടുന്നവരും താൻ ചെന്നുപെട്ട പണമിരട്ടിപ്പ് കറക്ക് കമ്പനിയിൽ അയൽവാസി ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളെ വരെ പെടുത്തിയിട്ടാണെങ്കിലും ചില്ലറ കമ്മീഷൻ തരപ്പെടുത്തിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. പൈതൃക സ്വത്ത് ഭാഗം വെക്കുമ്പോൾ കയ്യൂക്കും സാമർഥ്യവും കാണിച്ച് വിലപ്പെട്ടതെല്ലാം ആദ്യമേ സ്വന്തമാക്കി വെക്കുന്നവർ, സ്വന്തം രക്തത്തിൽ പിറന്നവരെ കുരുതി കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല അളവറ്റ ബ്ലഡ് മണി കൈക്കലാക്കിയാൽ മതിയെന്ന് കരുതുന്നവർ, വാങ്ങുന്ന ശമ്പളത്തിന് പണിയെടുക്കാതെ കൂടുതൽ അവകാശങ്ങൾക്ക് മുറവിളി കൂട്ടുന്നവർ, ജീവനക്കാരുടെ ചോരയൂറ്റിയിട്ടാണേലും ബിസിനസ് സാമ്രാജ്യം ഊതി വീർപ്പിക്കണമെന്ന് കരുതുന്നവർ, പലിശയും ചൂതാട്ടവും ഊഹക്കച്ചവടവും ഉൾപ്പെടെ സകല നിരോധങ്ങളുടെയും പരിധികൾ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നവർ, ചില്ലറ തുട്ടുകളാണെങ്കിലും പോക്കറ്റടിക്കുന്നവർ, അങ്ങനെ ഇങ്ങനെ നിരവധി ശ്രമങ്ങൾ, നിരവധി വ്യക്തികൾ. ഇവരോടെല്ലാവരോടുമായി ഒരൊറ്റ വാക്ക് മാത്രമേ അള്ളാഹു പറയാനുള്ളൂ: അന്യായമായി യാതൊന്നും സമ്പാദിക്കരുത്. അനർഹമായ ഒരു പിടിയെങ്കിലും സമ്പാദ്യത്തിൽ കലർന്നു പോയാൽ അർഹമായത് ഒരുപാട് കയ്യിൽ നിന്നും വഴുതിപ്പോകും. ഇക്കാര്യം പ്രത്യേകം ഓർത്തിരുന്നാൽ നന്ന്. തന്റെ ദർബാറിൽ കൂട്ടിയിട്ടിരിക്കുന്ന സകാത്ത് വിഹിതമായ ഫലവർഗ കൂട്ടത്തിൽ നിന്നും കൊതികൊണ്ട് ഒരെണ്ണം എടുത്ത് കടിച്ചുപോയ പൈതലിന്റെ അണ്ണാക്കിൽ കൈയിട്ട് അത് പുറത്തേക്കെടുത്ത ഒരു ഖലീഫയുണ്ടായിരുന്നു നമുക്ക്. പേര് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇന്ന് ഈ ആപ്പിളിന്റെ കഷ്ണം അവന്റെ അന്നനാളത്തിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ നാളെ അവിടം നരകാഗ്നിക്കുള്ള പ്രവേശന കവാടമായി തീരും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആധി. സമാനമായ അനവധി ചരിത്ര മുഹൂർത്തങ്ങൾ വേറെയും നമുക്ക് മുന്നിലുണ്ട്. ഇങ്ങനെ ബാത്തിലായ രൂപേണ സമ്പാദിച്ച് ശീലമായവരിൽ പൊതുവെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രവണതയുണ്ട്. അത് ഈ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏതറ്റം വരെയും അവർ പോകുമെന്നതാണ്. ബന്ധങ്ങൾ അത്രയും അറുത്തുമുറിച്ചു കളയും അവർ. നാട്ടുപ്രമാണിമാരെയും നിയമപാലകരെയും കോടതിയെയും വരെ സമീപിച്ച് കാര്യസാധനം നടത്താൻ ശ്രമിക്കും. അതിനായി കള്ളസാക്ഷ്യവും സാക്ഷികളെയും അവർ അവതരിപ്പിക്കും. ചിലപ്പോൾ കൈക്കൂലിയും പാരിതോഷികങ്ങളും നൽകി അവരെ സ്വാധീനിച്ച് വിലക്കെടുക്കാൻ ശ്രമിച്ചെന്നും വരും. ഇതാണ് ഈ പ്രശ്നത്തിന്റെ ഏറ്റവും മൂർത്തമായ പാപാവസ്ഥ. വതുദ്രൂബിഹ ഇലൽ ഹുക്കാം. ഈ സമ്പാദ്യത്തിന്റെ കേസുകെട്ടുകളുമായി നിങ്ങൾ ഭരണാധികാരികളെ സമീപിക്കരുത്. അതില എന്ന് പറഞ്ഞാൽ ഇറങ്ങിച്ചെല്ലുക എന്നാണ് അർത്ഥം. കിണറ്റിലേക്ക് ബക്കറ്റുകൾ ഇറങ്ങിച്ചെല്ലുന്നത് പോലെ. അഥവാ കൂടുതൽ കൂടുതൽ അടുക്കുക, സ്വാധീനിക്കുക, വശീകരിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഭരണാധികാരികളുടെ സൗഹൃദ സാമീപ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ടല്ലോ. അങ്ങനെ പ്രീതിപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ കുറുക്കു വഴികളും അവർ സ്വീകരിക്കും. അതിന് ചിലപ്പോ സ്വന്തം വാക്സാമർഥ്യം ഉപയോഗിച്ചെന്ന് വരും, അല്ലാത്തപ്പോ മറ്റെന്തെങ്കിലും പാരിതോഷികങ്ങളും. എന്തായാലും ഇത്തരം വളഞ്ഞ വഴി സ്വീകരിക്കുക വഴി സമൂഹത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവണതകളാണ് ഉണ്ടായിത്തീരുന്നത്. നാട്ടിൽ ഓരോരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നിയമത്തിന്റെ കാർക്കശ്യം പോരാഞ്ഞിട്ടാണെന്നും കൂടുതൽ കടുപ്പിക്കണമെന്നുമൊക്കെയുള്ള മുറവിലുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സത്യത്തിൽ നിയമത്തിന്റെ പാരുഷ്യമോ കാർക്കശ്യമോ അല്ല, അത് നടപ്പിലാക്കുന്നവരുടെ ഇച്ഛാശക്തിയാണ് പ്രധാനം. കൈക്കൂലിയും മറ്റും സാമൂഹിക വിപത്താകുന്നത് ഇവിടെയാണ്. സത്യസന്ധമായ നീതി നിർവഹണ സംവിധാനത്തെയാണ് അത് ദുർബലപ്പെടുത്തുന്നത്. ലിതഅകുലു ഫരീഖം മിൻ അംവാലിന്നാസി ബിൽ ഇസ്മ. അതിക്രമമായി ജനങ്ങളുടെ സമ്പത്ത് ആഹരിക്കുന്നതിനു വേണ്ടി കോടതികളിലും മറ്റും കയറിയിറങ്ങരുത്. വഅൻതും തഅലമൂൻ. നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായവുമില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും ഇപ്പണിക്കിറങ്ങരുത്. തന്റെ ഭാഗത്ത് ന്യായമില്ലെന്ന് സ്വയം തിരിച്ചറിവുള്ള ഒരാൾ വാദഗതികൾ നടത്തുന്നത് തന്നെ ഹറാമാണ്. 2 കക്ഷികളും ഒരുപോലെ ന്യായമാണെന്ന് കരുതുന്ന കേസുകൾ മാത്രമേ കോടതിയിൽ വ്യവഹാരമായി എത്താൻ പോലും പാടുള്ളൂ. ഒരു പക്ഷേ ധാരാളം വക്കീലന്മാരുടെ ജോലിയിൽ കുറവ് പറ്റിയേക്കാം. എന്നാൽ പോലും സത്യസന്ധരായ ക്ലയൻസിന്റെ വക്കാലത്ത് മാത്രമേ അവരേറ്റെടുക്കാൻ പാടുള്ളൂ. പലരും പറയുന്നത് കേൾക്കാം, കോടതിയിൽ പോകാം, കോടതി തീരുമാനിക്കട്ടെ, കോടതി വെറുതെ വിട്ടല്ലോ എന്നിങ്ങനെയൊക്കെ. സത്യത്തിൽ കോടതി വിധിക്ക് എത്ര വെയിറ്റേജാണ് നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ടത്? അത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതൊരു കോടതി വിധിയിലൂടെയും ഒരു അസത്യത്തെ സത്യമാക്കി മാറ്റാൻ സാധ്യമല്ല. തിരിച്ചും ഒരു ഹലാലിനെ ഹറാമാക്കാനോ ഹറാമിനെ ഹലാലാക്കാനോ സാധ്യവുമല്ല.
കാരണം കോടതിക്ക് മുമ്പിലെത്തുന്ന തെളിവുകളുടെയും സാക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിലെടുക്കുന്ന ബാഹ്യമായ വിലയിരുത്തലുകളും അഭിപ്രായ പ്രകടനങ്ങളും മാത്രമാണ് കോടതിയുടേത്. അല്ലാതെ ആത്യന്തികമായ സത്യവിളംബരമൊന്നുമല്ല ഒരു കോടതി മുറിയിലും നടക്കുന്നത്. അക്കാര്യം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വളരെ വ്യക്തമാക്കി തന്നതാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ഒരു തർക്ക വ്യവഹാരം കടന്നു വരികയാണ്. തീർപ്പാക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു, അലാ ഇന്നമാ അന ബശറുൻ, അറിയാലോ ഞാൻ ഒരു മനുഷ്യനാണ്. വ ഇന്നമാ യഅതീനിൽ ഖസ്ം, എന്റെ മുന്നിലും പല വാദഗതികളും കടന്നു വരാറുണ്ട്. ഫലഅല്ല ബഅദുകും അൻ യകൂന അബ്ലഗ മിൻ ബഅദ്, ചില ആളുകൾ മറ്റു ചിലരെക്കാളും മുൻപന്തിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചിലരെ അപേക്ഷിച്ച് ചിലർ ധാരാളം തെളിവുകൾ കൊണ്ട് പ്രബലരായിരിക്കാം. ഫഅഹ്സിബു അന്നഹു സ്വാദിഖുൻ, അപ്പൊ എനിക്ക് തോന്നും ഈ പ്രബലനായ ആളാണ് സത്യസന്ധനെന്ന്. ഫഅഖ്ലാ ലഹു, ഞാൻ അയാൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചെന്നും വരും. ഫമൻ ഖളൈതു ലഹു ബിഹഖി മുസ്ലിമിൻ, അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ അവകാശം ഞാൻ ആർക്കെങ്കിലും പതിച്ചു നൽകിയാൽ ഫഇന്നമാ ഹിയ ഖതഅതു മിൻ നാർ, ഓർത്തുവെച്ചോ അത് നരകത്തിലെ ഒരു കഷ്ണം കത്തിയെരിയുന്ന തീനാളമാണ്. ഫൽയഹ്മിൽഹ, അത് വേണമെങ്കിൽ അവന് കൊണ്ടുപോകാം. ഔ യദർഹ, അല്ലെങ്കിൽ അവിടെ ഉപേക്ഷിച്ചിട്ടും പോകാം. എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വിധി പ്രസ്താവം നടത്തുമ്പോൾ ബാഹ്യമായ ഉപരിപ്ലവമായ തെളിവുകളും സാക്ഷ്യങ്ങളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തേണ്ടി വരും. അത് മനുഷ്യ സഹജമായ പരിമിതിയാണ്. അപ്പോൾ കോടതിയുടെ മുന്നിൽ വാക്സാമർത്ഥ്യം കൊണ്ട്, തെളിവുകൾ കൊണ്ട്, സാക്ഷ്യങ്ങൾ കൊണ്ട്, കള്ളസാക്ഷികളെ ഹാജരാക്കിക്കൊണ്ടൊക്കെ ഒരു പക്ഷേ അനുകൂല വിധി സമ്പാദിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ അത് ആത്യന്തികമായി ഗുണത്തിനായിരിക്കില്ല എന്നോർക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തന്റെ നേരാവസ്ഥ ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നിരിക്കെ ഭൗതിക ന്യായങ്ങളെയും മാനദണ്ഡങ്ങളെയും അടിസ്ഥാനമാക്കുന്ന കോടതികളെ സമീപിക്കുകയും എന്തധാർമികത കാട്ടിയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്താൽ ന്യായവും സത്യവുമെല്ലാം തന്റെ ഭാഗത്തായി കഴിഞ്ഞെന്നും ഈ കൈയടക്കി വെച്ചതിനെല്ലാം താൻ അർഹനാണെന്നും ഒരാൾക്ക് സ്വയം തോന്നുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരു ദുര്യോഗമാണ്. നരകാഗ്നിയെ വിഴുങ്ങുന്ന ഏർപ്പാടുകൂടിയാണത്. ഇനി അടുത്ത ആയത്തിലേക്ക് വരാം. യസ്അലൂനക അനിൽ അഹില്ല, അഹില്ലയെ കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു. ഹിലാലിന്റെ ബഹുവചന രൂപമാണ് അഹില്ലത്ത്. ഹിലാൽ എന്നത് പുതുമാസപ്പിറവിയുടെ അടയാളമായ ചാന്ദ്രിക രേഖയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിന്റെ ബഹുവചന രൂപമായ അഹില്ലത്ത് എന്നത് മാസങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ചില മാസങ്ങളെക്കുറിച്ച് ജനങ്ങൾ അഥവാ വിശ്വാസികൾ താങ്കളോട് അന്വേഷിക്കുന്നു. അതേതാണ് ആ മാസങ്ങൾ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽക്ക് ആദരിക്കപ്പെട്ടു പോരുന്നതും ഇസ്ലാമിക പൂർവ്വകാലത്ത് സകല അറബികളാലും ഭവ്യതയോടെ മാനിക്കപ്പെട്ടതുമായ 4 പവിത്ര മാസങ്ങളാണ് ഇവിടെ ഉദ്ദേശം. മുഹറം, റജബ്, ദുൽഖഅദ്, ദുൽഹിജ്ജ എന്നിവയാണ് ആ പ്രസ്തുത അഷ്ഹുറുൽ ഹുറും. നേരത്തെ ജാഹിലിയ അറബി ജീവിതത്തിന്റെ ഭാഗമായി ആചരിച്ചു പോരുന്ന ഈ സമ്പ്രദായം ഇനി എന്ത് ചെയ്യണം, അതിനെങ്ങനെ നോക്കിക്കാണണം തുടങ്ങിയ സംശയങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുമായിരുന്നു. കുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ അവസരങ്ങളാണ്, വിശേഷിച്ച് ഹജ്ജിന്റെ കാലവുമാണത്. സ്വാഭാവിക മനുഷ്യപ്രകൃതത്തിന്റെ ഭാഗമായ മൂല്യബോധത്തെയും നന്മകളെയും അതേപടി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവയിലെ ഗുണവശങ്ങളെ സ്വാംശീകരിച്ചെടുക്കുകയോ ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ ഒരു രീതി. ഈ മാസങ്ങളിൽ ജനങ്ങളേറെ ആശ്വാസം അനുഭവിക്കാറുണ്ട്. ഇബ്രാഹിം നബിയുടെ കാലം മുതൽക്ക് ജനങ്ങളുടെ സൗകര്യവും ക്ഷേമവും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളതും. ഹജ്ജിന് പ്രത്യേകമായ പരിഗണന നൽകിയിട്ടുമുണ്ട്. എങ്കിലും ആരാധനാനുഷ്ഠാന ജീവിതത്തിനുമപ്പുറം വ്യാപാരാഭിവൃദ്ധിയും ജീവിതൈശ്വര്യങ്ങളും നിവർത്തിച്ചു പോരാൻ ഈ മാസങ്ങൾ അറബികൾക്ക് എന്നും തുണയായിട്ടുണ്ടായിരുന്നു. അവരുടെ വാണിജ്യ വസന്തകാലമായിരുന്നു ഈ മാസങ്ങൾ. അതുകൊണ്ടാണ് ഇത് ജനങ്ങൾക്കുള്ള മവാഖീത്ത് അഥവാ സുവർണാവസരങ്ങളാണ് എന്ന് പറഞ്ഞത്. യുദ്ധവും ആക്രമണവും കലാപങ്ങളും എന്തിനേറെ ഒരു പോക്കറ്റടി പോലും ആശങ്കിക്കാതെ സ്വച്ഛമായി ജീവിക്കാനും കച്ചവട യാത്രകൾ നടത്താനും പറ്റിയ അവസരങ്ങളായിരുന്നു അവ. ഇനി അങ്ങോട്ടുള്ള ആയത്തുകളിൽ യുദ്ധത്തെക്കുറിച്ചും സമരങ്ങളെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും ഒക്കെ തന്നെയാണ് പറയാൻ പോകുന്നതും. അതുകൊണ്ട് ഇവിടെ സൂചിതമായിരിക്കുന്ന ഉദ്ദേശം ഈ 4 മാസങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളും അതിന് സാമാന്യമായ ഉത്തരം നൽകുക എന്നതുമാണ്. വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹ, വലിയ ത്യാഗങ്ങൾ സഹിച്ച് ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ തന്നെ അതിലൂടെ ആർജിതമാകേണ്ടിയിരുന്ന സകല ചൈതന്യവും ബോധവും നഷ്ടപ്പെടുത്തുന്നവരായിരുന്നു ചിലർ. ദുരാചാരങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും കുത്തരങ്ങാക്കി മഹത്തരമായ ഇബാദത്തുകളെ അവർ ആക്ഷേപിക്കുമായിരുന്നു. ഇന്നും ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർ നാട് നീളെ സഞ്ചരിച്ച് സകല ദർഗകളിലും കയറി നിരങ്ങിയിട്ടാണ് യാത്ര പുറപ്പെടുന്നത്. തിരിച്ചു വന്നാലും തഥൈവ. സമാനമായി അന്ന് അറബികൾ
ഹജ്ജിനായി ഇറങ്ങിയ വാതിലിലൂടെ വീട്ടിലേക്ക് തിരിച്ചു കയറാതെ മതില് ചാടി കടക്കുന്നവരായിരുന്നു. ചെയ്തു വന്ന കർമ്മത്തെ പൂർണ്ണമാക്കുന്നത് ഇത്തരം കോപ്രായങ്ങളിലൂടെയാണെന്നവർ ധരിച്ചു വച്ചിരുന്നു. എന്നാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ യാതൊരു പുണ്യവുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വലാകിന്നൽ ബിർറ മനിത്തഖ, എന്നാൽ ദൈവഭയത്താൽ സൂക്ഷ്മാലുക്കളാവുകയാണ് യഥാർത്ഥ പുണ്യം. കുറച്ചു മുമ്പും സമാനമായ ആയത്ത് നാം പഠിച്ചതാണ്. തെക്ക് വടക്ക് തിരിയുന്നതിലൊന്നുമല്ല പ്രത്യേകിച്ച് കാര്യമുള്ളത്, ദൈവഭക്തിയിലാണ് കാര്യം എന്നത്. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹ, ആയതിനാൽ ശരിയായ കവാടം വഴി തന്നെ നിങ്ങൾ വീട്ടിൽ പ്രവേശിക്കണം. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, തഖ്വ പുലർത്തിയാൽ നിങ്ങൾക്ക് വിജയികളാവുകയും ചെയ്യാം. ഇവിടെ നാം ഏത് വാതില് ഏത് ജനാല ഉപയോഗിക്കുന്നു എന്നതല്ല വിഷയം. അതിനപ്പുറത്ത് മുകളിലെ ആയത്തിലും പറഞ്ഞതുപോലെ നേരെ വാ നേരെ പോ എന്നതിനു പകരം വളഞ്ഞതും വക്രീകരിച്ചതുമായ വഴികളും രീതികളും ഒരിടത്തും അനുഗുണമല്ല എന്ന ഉണർത്തലാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. സമ്പാദ്യത്തിലായാലും ശരി, മറ്റേത് ആരാധനയിലായാലും ശരി. പടച്ചവൻ നമ്മയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.